മഹിളാ മോർച്ചയുടെ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിലാണ് വന്നിരിക്കുന്നത്. ഈ ഭരണസമിതി പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം പാലിക്കുക, അതാണ് ഞങ്ങളുടെ ആവശ്യം. ഭരണസമിതി ഇലക്ഷന് മുമ്പ് പറഞ്ഞതും ഇലക്ഷന് ശേഷവും അവർ ഓർഡിനറി ബസ് മാത്രം പറഞ്ഞിട്ടില്ല. കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഗവൺമെന്റ് ബസ്സുകളിൽ സൗജന്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നടപ്പിലാക്കിയോ ഇല്ലയോ? അതാണ് ഇന്നു മുതൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അത് സർക്കാർ നടപ്പിലാക്കി. അത് എങ്ങനെയെങ്കിലും മുടക്കുക എന്ന ലക്ഷ്യത്തോടെ അതിനി ആവർത്തിച്ച് കൊണ്ടുപോകരുത്. ഇങ്ങനെ സൗജന്യം ജനങ്ങൾക്ക് കൊടുത്താൽ ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കും. അതുകൊണ്ട് ഇനി അത് നടപ്പിലാക്കരുത്, എങ്ങനെയും തടയിടണം, അത് നിർത്തലാക്കണം എന്നതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ ചേച്ചിമാരോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളെ കണ്ടിട്ട് ഒരിക്കലും ഒരു സൗജന്യയാത്രയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീകളെ പോലെ തോന്നിയിട്ടില്ല. കാരണം പൈസ കൊടുത്ത് അത്യാവശ്യം വീട്ടിൽ കാറും ബൈക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ത്രീകളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഔദാര്യമോ സൗജന്യമോ വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾ എല്ലാ ബസ്സിലും എല്ലാ സൂപ്പർ ഫാസ്റ്റിലും എല്ലാത്തിലും നിങ്ങൾക്ക് സൗജന്യം വേണമെന്ന് പറഞ്ഞ് നടക്കുന്നവർ, നിങ്ങൾക്ക് ടൂറ് പോകാനല്ല ഈ സൗജന്യം. ആർക്കാണ് ഈ സൗജന്യം ഉപയോഗപ്പെടുക എന്നുള്ളത് ഇതേപോലുള്ള ചേച്ചിമാർക്കാ. ഒന്ന് കണ്ടുനോക്കിയ ചേച്ചിനെ. സന്തോഷമായി മോളെ. ഞാനൊക്കെ എൻ്റെ ഭർത്താവിന് സുഖമില്ലാത്ത ഭർത്താവാണ്. അപ്പോ ചില സമയത്ത് ഫുഡൊന്നും കൂടി ഒരുപാട് കഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെ ഒരു നല്ല നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ബസ് വിട്ട് തന്നപ്പോൾ ഗവൺമെന്റിനും നല്ല നന്ദി പറയുന്നു. എനിക്ക് ആ 3000 രൂപ കൊണ്ട് എൻ്റെ കെട്ടിയവന് മരുന്ന് മേടിച്ചു കൊടുക്കുക. എനിക്ക് വളരെ സന്തോഷമായി. അത്രയോ. ഈ സമരം ചെയ്ത ചേച്ചിമാരോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഈ സമരം ചെയ്തത് എല്ലാ സ്ത്രീകൾക്കും എല്ലാ ബസ്സിലും ഫ്രീ ആയിട്ട് കിട്ടണം എന്ന് ഉള്ള ഉദ്ദേശത്തോടെയൊന്നുമല്ല, സ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ടോ ഈ പദ്ധതിയോടുള്ള ആത്മാർത്ഥത കൊണ്ടോ ഒന്നല്ല. എങ്ങനെയെങ്കിലും ഈ പദ്ധതി നിർത്തലാക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നിർത്തലാക്കാൻ നോക്കുന്നത് ഇതേപോലുള്ള പാവങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാണ്. അത് നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളെപ്പോലെ പട്ടുസാരിയും ആടയാഭരണങ്ങളും ഇട്ട് ഇങ്ങനത്തെ പ്രതിഷേധങ്ങൾക്ക് ഇന്ന് ഫേമസ് ആവാൻ വേണ്ടി മാത്രം കാണിച്ചു കൂടുന്ന പരിപാടിയല്ലാന്ന്. ഈ പാവങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ നിങ്ങളെപ്പോലുള്ള കുറേ എണ്ണം വന്ന് അത് കൊള്ളാക്കി അവർക്ക് കിട്ടേണ്ടത് വരെ കിട്ടാണ്ടാക്കുകയാണ്. അത് ഏത് പാർട്ടി ഭരിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. കിട്ടുന്നവർക്ക് എങ്ങനെയും അത് കിട്ടിക്കോട്ടെ. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളൊന്നും ചെയ്യുന്നുമില്ല. ചെയ്യാൻ പറ്റാണ്ടല്ല, ചെയ്യുന്നില്ല. നിങ്ങളുടെ മേലിരിക്കുന്ന ആൾക്കാരൊന്നും ചെയ്യുന്നില്ല. അപ്പം ഈ പാവങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്തു കൊടുക്കട്ടെ. നിങ്ങൾക്ക് KSRTC കയറാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കയറണ്ട. നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഒന്നും കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല, സാമ്പത്തിക ശേഷി ഇല്ലാത്തവരൊന്നും പറയണില്ല. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം സാമ്പത്തികമുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ വഴിക്കാണ്ട് പോകുന്നത്. കിട്ടുന്നവരത് എന്തെങ്കിലും കിട്ടട്ടെ എന്ന്. ഓർഡിനറി അവർക്കത് കിട്ടുന്ന അവർക്ക് വളരെ ഉപകാരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അവരതൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് ഈ പറയുന്ന മൂകാംബികയ്ക്കോ മറ്റുള്ള ടൂർ പോകാനല്ല എന്ന്. അവർക്ക് അടുക്കള പണി എടുക്കുന്ന സ്ത്രീകളാണ്. ചിലപ്പോൾ ഒരു കടയിൽ ജോലി ചെയ്യുന്നവർ 450 രൂപ അടുക്കള പണിക്ക് 450-500 കിട്ടുന്ന സ്ത്രീകളാണ്. അവർക്കൊക്കെ മാറ്റി വയ്ക്കാൻ ചിലപ്പോൾ വലിയ എമൗണ്ടുകളൊന്നും ഉണ്ടാവില്ല. ഈ ബസ് ഫെയർ വരെ അവർക്ക് മാറ്റി വയ്ക്കുമ്പോൾ ഒരു സ്കൂളിലെ അവരുടെ കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ വയ്യാതെ കിടക്കുന്ന ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ അവർക്ക് അവരുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരു മരുന്ന് വാങ്ങിക്കാൻ ചിലപ്പോൾ ആ കാശ് ഉപകാരപ്പെടും. നിങ്ങളെപ്പോലുള്ള കുറേ സ്ത്രീകൾ വന്നിറങ്ങി ഈ പരിപാടി എങ്ങനെയും നിർത്തലാക്കണം എന്നുള്ള ചിന്താഗതിയോടെ ഇനി വരല്ലേ. കിട്ടുന്നവർക്ക് എങ്ങനെയും കിട്ടട്ടെ, എങ്ങനെയെങ്കിലും ഇതൊക്കെ നടപ്പിലാക്കി ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ, നിങ്ങളുടെ ഒരു കേന്ദ്രമന്ത്രി. അദ്ദേഹത്തിന് ഇന്ന് ഒരു ബഹുമാനം തോന്നുന്നത് ഇന്ന് ഈ വാക്കിലൂടെയാണ്. നോക്ക്, ഈ പദ്ധതി എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പദ്ധതിയാണ്. നമുക്കിത് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് സ്ത്രീകളുടെ എണ്ണം സമൂഹത്തിലേക്ക് പുറത്ത് അവർക്കൊരു ലിബറേഷൻ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നു, വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് വരുന്നു. ഇത്രയും പണ്ടില്ലായിരുന്നു. ആ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയത്, അത് കഴിവതും നിർധനരായ, ഇന്ന് പറഞ്ഞു ഒരു യാത്രയ്ക്ക് വേണ്ടി കാശില്ലാത്തത് കൊണ്ട് എങ്ങോട്ടും പോകണ്ട, അല്ലെങ്കിൽ നടന്നു പോകാം എന്ന് വിചാരിക്കുന്ന ഒരു വലിയ സ്ത്രീ സമൂഹമുണ്ട്. ഞാൻ ഒരു സ്ത്രീ, എനിക്ക് സമ്പാദ്യമുണ്ട്, ഞാൻ മറ്റൊരു നിർധനയായ അല്ലെങ്കിൽ ഇതിന് വക്കില്ലാത്ത ഒരു സ്ത്രീയുടെ അവകാശം ഞാൻ പിടിച്ചു പറിക്കില്ല എന്ന് കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീ യാത്രക്കാർ തീരുമാനിച്ചാൽ
ഇത് വളരെ ബെനവലൻസ് തുളുമ്പുന്ന ഒരു പദ്ധതിയായി കൂടി മാറും. എനിക്ക് തോന്നുന്നു അതാണ് ശ്രീ CP ജോണിനും പിന്നെ അവരുടെ ആ ക്യാബിനറ്റിലുള്ള എല്ലാ മന്ത്രിമാർക്കും ബഹുമാനീയനായ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നൽകാൻ പറ്റുന്ന തിരിച്ചുള്ള ഒരു ട്രിബ്യൂട്ട് അതായിരിക്കും. ആ ചിന്താഗതി വളരണം. അപ്പോൾ എല്ലാം കൊണ്ടും ഈ പദ്ധതിക്ക് വൻ വിജയം ആശംസിക്കുകയാണ്. ഇത് തുടരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ കേട്ടില്ലേ, ഇതൊക്കെയാണ് നല്ല ഇത്തിരി മനുഷ്യത്വമുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കുന്ന ചിന്താഗതി ഇങ്ങനെയാണെന്ന്. അല്ലാണ്ട് നിങ്ങളെ പോലെയല്ല, നിങ്ങളെ ഇറക്കി വിട്ടവരെ പോലെയും അല്ലാന്ന്. നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുക. പാവങ്ങൾ എന്നും പാവപ്പെട്ടവരായിട്ട് ഇരിക്കണം എന്നുള്ള ചിന്താഗതിയോട്ട് നടക്കുന്ന ആൾക്കാരായ നിങ്ങൾ ഇനി ഇതേപോലുള്ള സംഭവങ്ങളിലും വന്നൊന്നും പ്രഹസനങ്ങൾ കാണിക്കാതിരിക്കുക. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങളൊന്ന് ഒതുങ്ങി നിൽക്കുക. ചെയ്യുന്നവർ ചെയ്യട്ടെ, ആനുകൂല്യം വേണ്ടുന്നവർ കൈപ്പറ്റട്ടെ, തടയിടാൻ നിൽക്കരുത് പ്ലീസ്. ദൈവത്തോർത്ത് കിട്ടുന്നവർ കിട്ടോട്ടെ. കുറെ പാവങ്ങളുണ്ടെന്നേ, ഒരാളെ ജീവിച്ചു പോകട്ടെ.